ഇതാ തീർന്നു. ഇത്രേ ഉള്ളായിരുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ചിത്രം വന്നിട്ട് വാക്കിനകത്താക്കാം. വളരെ എളുപ്പമാണ്. നേരെയല്ല ഒരു ചിത്രം എടുക്കാം, ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്നും ഗിമ്പിനകത്ത് ഇടാം. അപ്പോൾ കളർ പ്രൊഫൈൽ ചോദിക്കും, കീപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നേരെയല്ല ടെക്സ്റ്റ് ടൂൾ ഉണ്ട്, ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒരു വാക്ക് അങ്ങോട്ട് ടൈപ്പ് ചെയ്യാം. നമുക്ക് ആക്സിയോഗ്രാഫ് എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് വാക്ക് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ആക്സിയോഗ്രാഫ് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നമുക്ക് ഏകദേശം ഒരു ഫോണ്ട് സൈസ് കൊടുക്കാം. അവിടെ നമുക്ക് ഫോണ്ട് കൊടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഞാൻ ഏകദേശം 1000 കൊടുക്കുന്നു. എനിക്കൊന്ന് ഈ ചിത്രത്തിന് തുല്യമായത് 1000 ആണ്. അപ്പം ഞാൻ വരുന്ന വീഡിയോ പറഞ്ഞുതരാം റെസൊല്യൂഷനെ പറ്റി. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ 1000 കൊടുത്തു എന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പം നമുക്ക് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. റുബിക് ബോൾഡ്. റുബിക് ബോൾഡ് കിഡിലെ ഒരു ഫോണ്ടാണ്. മാത്രമല്ല ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ നെറ്റിൽ നിന്ന്. ഓൾറെഡി നിങ്ങളുടെ വിൻഡോസിൻ്റെ കൂടെ ഈ ഫോണ്ട് വരുന്നില്ല. ഓക്കെ, നമുക്ക് ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് വരുന്ന വീഡിയോ പഠിക്കാം എങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നേരെയല്ല നമ്മുടെ ടെക്സ്റ്റ് ലെയർ, അതായത് നമ്മുടെ വാക്ക് ലെയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആൽഫ ടു സെലക്ഷൻ വലത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൽഫ ടു സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാക്കിന് ചുറ്റും ഒരു സെലക്ഷൻ ഉണ്ടായി. ഓക്കെ, അപ്പം ഈ സെലക്ഷൻ ആണ് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നേരെയല്ല നമ്മുടെ ലെയർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ലെയർ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആഡ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്ത കാര്യം നടന്നു, പക്ഷേ നമുക്ക് കാണുന്നില്ല അല്ലേ എന്ത് പറ്റിയെന്ന്. നമ്മുടെ മുകളിൽ ഒരു ലെയർ ഉണ്ട്, അത് നമുക്ക് ഹൈഡ് ചെയ്യാം. അവിടെ ഒരു കണ്ണിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുക. അന്നേരം നമുക്ക് നമ്മളെ എഫക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അവിടെ കുറേ ചെക്കർ ബോർഡ് ഉണ്ട്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിനകത്ത് വൈറ്റ് വെച്ച് ഫില്ല് ചെയ്യാം. താഴെ ചെല്ലുക, പുതിയ ലെയർ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പേര് കൊടുക്കാം. വേണമെങ്കിൽ BG എന്ന് കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഏറ്റവും എടുത്ത് താഴെ ഇടാം. നേരെയല്ല എഡിറ്റ് ഫിൽ വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ. അത്രേ ഉള്ളൂ കാര്യം. ഇതാ തീർന്നു. ഇത്രേ ഉള്ളായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം. നമുക്ക് വരുന്ന വീഡിയോ പഠിക്കാം. നന്നായിട്ട് അലൈൻ ചെയ്യാനും ടെക്സ്റ്റ് ടൂളിനെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനലിനകത്ത് പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ